എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. കള്ള് ചേർത്തിട്ടുള്ളതാണ്, ഈസ്റ്റ് ചേർത്ത വട്ടയപ്പമല്ല. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 4 സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്, തരി കുറുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. നന്നായിട്ട് അത് കുറുകി വന്നോളൂ. മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 നാളികേരം ചിരകിയതാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയും 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും നേരത്തെ കുറുക്കി വെച്ചിരുന്ന റവയും 1 നുള്ളു ഉപ്പും 1 കപ്പ് കള്ളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തെങ്ങും കള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ടിയുള്ള പരുവത്തിൽ അരച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി കലക്കി അടച്ച് വെക്കുക. നല്ല കള്ളാണെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിലൊക്കെ അത് പൊന്തി വരും. പൊന്തി വന്നു കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ തടവി കൊടുക്കുക. അതിലേക്ക് കലക്കിയിട്ട് നമ്മൾ മാവ് എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊന്തി വന്ന മാവ് മുകളിൽ നിന്ന് ആ പത വന്നിട്ടുണ്ടാവുമല്ലോ, ആ പത കോരി ഒഴിക്കുക. അതിന് മുകളിലേക്ക് കിസ്മിസ് കൂടെ വെച്ച് ഇഡ്ഡലി തട്ടിലേക്കോ സ്റ്റീമറിലേക്കോ വെച്ച് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കുക. ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ചുറ്റുമൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ, ഗുഡ് ഡേ, ടേക്ക് കെയർ.